Now, this part super important. Watch it. അതായത് ഇപ്പം എടുക്കുന്ന ഈ ഭാഗം, ഈ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടേ മതിയാവും. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത് വെർബിനെ കുറിച്ചാണ്. എന്താണ് വെർബ്? എന്താണ് വെർബ്? വെർബ് ഈസ് എ ക്രിയ. ഇറ്റ് ഈസ് എൻ ആക്ഷൻ, ഒരു പ്രവൃത്തിയാണ് വെർബ് അല്ലേ? അപ്പോൾ ഈ വെർബ് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ്, ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജിലെ വെർബുകൾ എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. പർലാരെ ഒരു വെർബാണ് അല്ലേ? ടു സ്പീക്ക്, സംസാരിക്കുക. ഇനി മഞ്ചാരെ, ടു ഈറ്റ്, കഴിക്കുക. ഓക്കെ, അതൊക്കെ ഒരു വെർബാണ് അല്ലേ? അതുപോലെ തന്നെ എസ്സരെ, ടു ബി, ആകുക, ആണ്, ആയിരിക്കുക, അതൊരു വെർബാണ് അല്ലേ? അവേരെ, ടു ഹാവ്, ഉള്ളത്, ഉണ്ട്, അതൊരു വെർബാണ്. എനിക്കുണ്ട്, അതൊരു വെർബാണ്. അപ്പോൾ ഈ എസ്സരെ അവേരി എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ലാംഗ്വേജിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെർബാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ ഫോമും നമ്മൾ പഠിച്ചു. ഇനി ഈ വെർബ്, എസ്സരെ എന്ന് പറഞ്ഞതും വെർബ് തന്നെ, അവേരി എന്ന് പറഞ്ഞതും വെർബാണ്. ഈ വെർബുകൾ ഇറ്റാലിയൻ ലാംഗ്വേജിലെ അപ്പം ഞാൻ പറയാം. ഇപ്പോൾ പർലാരെ എന്ന് പറയുന്ന ബേസ് ഫോമാണ് വെർബിൻ്റെ, ബേസിക് ഫോം. അപ്പോൾ അതിൻ്റെ പേരിട്ടിട്ടുണ്ട് ഇവർ. എന്തെന്ന്? ഇൻഫിനിറ്റീവ് വെർബ്. ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദ വെർബ്. അതായത് പർലാരെ, അത് മാറില്ല, ഒരിക്കലും ചേഞ്ച് ആവില്ല, അതങ്ങനെ നിൽക്കും. പർലാരെ അത് എപ്പോഴാണ് ചേഞ്ച് ആവുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. പർലാരെ. ഇനി അത് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയും വെർബിൻ്റെ. ഇൻഫിനിറ്റീവ് ഫോം, മാറാത്ത ആ നില വെർബ്. രണ്ടാമത്തത് കോൺജുഗേഷൻ ഫോം എന്ന് പറയും അല്ലേ? വെർബിൻ്റെ കോൺജുഗേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ആ മാറാത്ത വെർബ് മാറുന്നു, അപ്പോഴാണത് കോൺജുഗേഷൻ ആവുന്നത്. അതെങ്ങനെയാണ് മാറുന്നത്? ടെൻസിനനുസരിച്ച് മാറും, വ്യക്തിക്കനുസരിച്ച് മാറും, നമ്പറുകൾക്കനുസരിച്ച് മാറും. ഞാൻ പറഞ്ഞില്ലേ, എസ്സരയിൽ ഒരു വെർബ് വയ്ക്കുമ്പോൾ നമ്മളത് സബ്ജക്റ്റ് മസ്കിയിലാണോ ഫെമിനിയിലാണോ, സിംഗുലാരിയാണോ ഫ്ലൂറാലിയാണോ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് വെർബ് ഫോം മാറുക. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കോൺജുഗേഷൻ ഫോം ഓഫ് ദ വെർബ്. കോൺജുഗേഷൻ. ഓക്കെ, പുതിയ വേർഡുകൾ പഠിച്ചു വരണ്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇറ്റാലിയൻ വെർബുകൾ 3 കോൺജുഗേഷൻ ക്ലാസ്സസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇറ്റാലിയൻ വെർബുകളെ 3 ക്ലാസ്സസ്, 3 ക്ലാസ്സായിട്ടാണ് തിരിച്ചേക്കുന്നത്. കോൺജുഗേഷൻ ക്ലാസ്സസ് എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തത് ആരെ, വെർബിൻ്റെ എൻഡിങ് വരുന്നതാണ് ആരെ, പർലാരെ, കണ്ട. അതുപോലെ ഏരെ ഫോം എന്ന് പറയുമ്പോൾ ലെജ്ജരെ. അതുപോലെ ഈരെ, എൻ്റെ ഒരു എക്സാമ്പിളാണ് ദൊർമീരെ. ഇങ്ങനെ 3 ക്ലാസ്സുകളായിട്ടാണ് ഇറ്റാലിയൻ ലാംഗ്വേജിലെ വെർബുകളെ തരം തിരിച്ചിരിക്കുന്നത്. ഇനി ഈ വെർബുകൾ റെഗുലർ വെർബുകളുണ്ട്, ഇറഗുലർ വെർബുകളുണ്ട്. ഇനി അധികം ഇറ്റാലിയൻ വെർബുകൾ റെഗുലർ വെർബുകളാണ്. ഇനി അധികം ഇറ്റാലിയൻ വെർബുകളും ആരെ വെർബുകളാണ്, റെഗുലർ വെർബുകളാണ്. ആരെ. ഓക്കെ. ഇനി ഏരെ കുറേ അധികം റെഗുലർ വെർബുകളും വളരെ കുറച്ച് ഇറഗുലർ വെർബുകളുമാണ് ഏരെ വെർബുകൾ. ഏരെ എന്ന് പറഞ്ഞാൽ ലെജ്ജരി എന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, അത്. ഇനി ഈരെ വെർബുകളിലെ കുറച്ച് റെഗുലറും കുറച്ച് ഇറഗുലറും. മനസ്സിലായി? ഇങ്ങനെ 3 ടൈപ്പ് വെർബുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഏതിൽ? ഇറ്റാലിയൻ ലാംഗ്വേജിൽ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെർബുകളെ കുറിച്ച് ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിനൊരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എസ്സരയിലെ ഇയോ തൂ, ഇയോ സോണോ തൂസേ എന്നാണ് അതിൻ്റെ ഫോം അല്ലേ? അപ്പോൾ പർലാരെ വയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രസൻറ്റ് ഇൻഡിക്കറ്റീവ്, അതായത് പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ്, പർലാരെ എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ഇറ്റാലിയനിൽ അത് പറയുക പാർലോ. അതിലെല്ലാം ഇയോ സോണോ തൂസേ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇയോ സോണോ തൂസേ ലൂയി ലേയി അങ്ങനെ പഠിച്ചല്ലോ ഒരു ഫോം. ആ ഫോമിൽ ഇതിൽ പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ പർലാരെ എന്ന വെർബ് എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാർലോ, അല്ലെങ്കിൽ ഇയോ പാർലോ, അതിലെല്ലാം അണ്ടർസ്റ്റുഡാണ്. പക്ഷേ ഇയോ പാർലോ, തൂ പാർലി, ലൂയി ഓർ ലേയി പാർല, നോയി parliamo, voi parlate, loro parlano. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം.
അതായത് പാർല പ്ലസ് അതിൻ്റെ ആരെ മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? ഓ വരും, പാർലോ. അല്ലെങ്കിൽ പാർലി ഈ വരും, അല്ലെങ്കിൽ പാർല ആ വരും, അല്ലെങ്കിൽ അതിൻ്റെ എൻഡിൽ എന്ത് വരും? പർലിയാമ്മ ഈ ആമ വരും, അല്ലെങ്കിൽ പർലാത്തെ അത്തെ വരും, അല്ലെങ്കിൽ പാർലനോ ആണോ വരും. ഇതാണ് ആ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഒരു വെർബ് എടുത്തിട്ട് നമ്മൾ നോക്കുക, ഇങ്ങനെ വെച്ച് ഈ സ്റ്റാൻഡേർഡ് ഫോം, ഈ നോർമൽ ഫോം നോക്കുമ്പോൾ, വെർബ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പാർലോ, പാർലി, പാർല, പർലിയാമോ, പർലാത്തെ, പാർലനോ ഇങ്ങനെ പോകുന്നു. അതുപോലെ മഞ്ചാരെ, മാഞ്ചോ, മാഞ്ചി, മാഞ്ച, മഞ്ചിയാമോ, മഞ്ചാത്തെ, മാഞ്ചണോ, ഇങ്ങനെ ഒരു ഫോമാണ് സ്റ്റാൻഡേർഡ് ഫോം അല്ലേ. അതിൻ്റെ എൻഡിൽ ഇങ്ങനെ വന്ന് ഓ ഈ ആ ഈ ആമോ ആത്തെ ആനോന്ന് വന്നു കൂടുമ്പോൾ വരുന്നതിനെയാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോം. ഈ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് ഏത് വെർബ് എടുത്താലും വരുന്നുണ്ടെങ്കിൽ അത് റെഗുലർ വെർബും മറ്റേതെല്ലാം ഇറഗുലർ വെർബും. ചുരുക്കി പറഞ്ഞാൽ ഈ പാറ്റേണാണ് നമ്മൾ നോക്കേണ്ടത്, ഏതാണ് റെഗുലർ ഏതാണ് ഇറഗുലർ വെർബുകൾ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ വെർബുകൾ. ഇനി നമ്മൾ ഈ വെർബുകളുടെ ഫോം മാറുന്നത് എന്തനുസരിച്ചാണ്? ടെൻസ്, പേഴ്സൺ, നമ്പർ, ഈ 3 രൂപം മാറ്റിയിട്ടാണ് വെർബുകളുടെ ഫോം മാറുന്നത്. വെർബുകളുടെ ഫോം മാറുന്നത് എപ്പോഴാണ്? കോൺജുഗേഷൻ ഫോം, അതായത് ടെൻസിനനുസരിച്ച് മാറും, പേഴ്സണനുസരിച്ച് മാറും, നമ്പറിനനുസരിച്ച് മാറും. ഓക്കെ, ci vediamo next video. Ok, ciao.